ഹായ്, ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് റിവ്യൂ ആണ്. ഞാൻ ലൈവ് കണ്ടിരുന്നു. ലൈവ് അപ്ഡേഷൻസ് പറയാതിരുന്നതിന്റെ കാരണം ഒരു മിനിറ്റ് പോലും മാറിയാൽ അത് വേറെ എന്തെങ്കിലും കിടക്കും, നമുക്കൊന്നും കാണാൻ പറ്റാതെ വരും. ലൈവിൽ നടക്കുന്ന കാര്യങ്ങൾ മിക്കവാറും എപ്പിസോഡിൽ കൊണ്ടുവരാറുമില്ല. അങ്ങനെ ഒരു സ്കിപ്പ് മെത്തേഡ് ബിഗ് ബോസ് നടത്തിയത് കൊണ്ട് ആണ് ഞാനത് മെനക്കെട്ടിരുന്ന് കണ്ടത്. അതിൻ്റെ സെക്ഷൻ ഒന്നാമത്തെ കാര്യം, ഷാനവാസ് പുറത്തു പോയിട്ട് ഷാനവാസ് അന്ന് സ്ക്രിപ്റ്റഡ് ആയിട്ട് പറയുന്നു എന്നൊരു ഫോം ഉണ്ടായിരുന്നു. ഞാനത് പിൻവലിക്കുന്നു കേട്ടോ. ഷാനവാസ് പുറത്തു പോയിട്ട് ഷോയെ കണ്ടിട്ടില്ല. ഷോ കണ്ടിരുന്നെങ്കിൽ ഷാനവാസ് ഒരിക്കലും അനുമോൾക്കെതിരെ ഇങ്ങനെ ശക്തമായി നിൽക്കത്തില്ല. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ട ലൈവിൽ നിങ്ങൾ കണ്ടതിൽ ഞാൻ ആർക്കൊപ്പമാണെന്ന് വെച്ചാൽ 100% ഞാൻ അനുമോൾക്കൊപ്പമാണ്. പ്യുവർ, അതായത് ഒരു പ്യുവർ സോളാണ് അനുമോളെന്ന് ഞാൻ പറയും. 1% പോലും അനുമോളുടെ ഭാഗത്ത് ഇന്നത്തെ വിഷയത്തിൽ തെറ്റേയില്ല. അനുമോൾ സൂപ്പർ, ഒന്നും പറയാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ പെൺകുട്ടി ഏത് വീട്ടിലേക്ക് കയറി ചെല്ലുന്നോ അവിടം സ്വർഗമായിരിക്കും. കാരണം അവൾക്കറിയാം, അവൾ പാത്രം അറിഞ്ഞ് തന്നെയാണ് ദാനം ചെയ്യുന്നത്. കൃത്യമാണത്. ഇനി ഇത് ദാനമാണോ മറ്റവരുടെ ഇതാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാൻ കുറച്ച് ഷൈനസ് ഉണ്ടെന്ന് ഒഴിവാക്കിയാൽ അനുമോൾസ് ടു ഗുഡ്. ശക്തയായ സംസാരിക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടി കൂടെ ആയിരുന്നെങ്കിൽ ഇന്ന് വെറും കുണ്ടച്ചികളായ രണ്ടെണ്ണത്തിനെ അടിച്ചിടാൻ അവൾക്ക് സാധിക്കുമായിരുന്നു. ഈ വേർഡ് ഞാൻ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രമല്ല പൊതുസമൂഹത്തിൽ പോലും അക്സെപ്റ്റൻസ് കിട്ടാത്ത വെകിളിത്തരം കാണിച്ച 2 കുണ്ടച്ചികളെ അക്സെപ്റ്റ് ചെയ്ത് മടിയിൽ കയറ്റി ഇരുത്തിയതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് അനുമോൾ അനുഭവിച്ചത്. അനുമോൾക്കത് മനസ്സിലായതിൽ വളരെ സന്തോഷമുണ്ട്. അനുമോൾ ഈ അനുഭവിക്കുന്ന പ്രയാസം ഒന്നുമല്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണെങ്കിലും അതിനകത്താണെങ്കിലും ഈ 2 കുണ്ടച്ചികളെ മാറ്റി നിർത്തിയാൽ മാത്രമേ അനുമോള് മറ്റുള്ളവരെ അംഗീകരിക്കുകയുള്ളൂ. അനുമോൾക്ക് ഡബിൾ ആയിരിക്കും ഇത്തവണത്തെ വോട്ട്. നമ്മളുടെ ഓരോ പ്രതിഷേധവും വോട്ടായിട്ട് അനുമോൾക്ക് തന്നെ പോയി ചേരണം. ഇതിനകത്ത് PR എന്ന് പറഞ്ഞാൽ അതെ, PR ആയി അനുമോൾക്ക് വേണ്ടി PR വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ അഭിമാനമായി കണക്കാക്കുന്നു. കാരണം അത്രത്തോളം കൃത്യമായ വ്യക്തമായ നിലപാടുള്ള വ്യക്തിയാണ് അനുമോൾ. കൂടെ അനീഷിനെയും പറയാതെ വയ്യ. അനീഷിൻ്റെ സ്റ്റാൻഡ് വളരെ കൃത്യമായിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അനീഷ് എന്തോ കള്ളത്തരം കാണിക്കുന്നുണ്ട്, അല്ല മാറി നിൽക്കുന്നുണ്ടെന്ന്. സുഹൃത്തായ ഷാനവാസ് പോലും അപ്പുറത്താണെന്ന് മനസ്സിലാക്കിയിട്ടും കൃത്യമായി ബിഹേവ് ചെയ്തത് അനീഷ് മാത്രമാണ്. തെളിവാണ്, ക്ലാപ്പാണ്, എനിക്കൊന്നും പറയാനില്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഷാനവാസിന് കപ്പ് കൊടുക്കരുത്. കപ്പ് കിട്ടാൻ അർഹതയുള്ളത് അനീഷ്, അനുമോൾ മാത്രമാണ്. അവർ 2 പേർ മാത്രമാണ് അതിലേക്ക് ചുരുങ്ങി കഴിഞ്ഞു. കാരണം കൃത്യമായി കാര്യം മനസ്സിലാക്കി പെരുമാറുന്ന ഈ 2 വ്യക്തികളാണ്. അനുമോൾക്ക് കപ്പ് വേണമെന്നില്ല, അത് അനുമോളുടെ ആറ്റിറ്റ്യൂഡിൽ മനസ്സിലാവും. അനുമോൾക്ക് അവിടുന്ന് പുറത്ത് ചാടിയാൽ മാത്രം മതി എന്നാണ്. പക്ഷേ അനുമോൾക്ക് കപ്പ് കിട്ടിയില്ലെങ്കിലും ജനങ്ങളുടെ നെഞ്ചിലേക്ക് കയറിയിരിക്കുകയാണ് അനുമോൾ. വ്യക്തതയുള്ള, അതായത് ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്ത്രീക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അനുമോൾ ഇന്ന് അവിടെ ചെയ്തത്. അനുമോൾക്ക് കിച്ചൺ ക്യാപ്റ്റനോ അല്ലെങ്കിൽ കിച്ചണിലേക്ക് കൊടുക്കുമ്പോൾ തന്നെ എല്ലാവരും അവിടെ സന്തോഷിക്കുകയാണ് ചെയ്തത്, ഇൻക്ലൂഡിങ് അനീഷ്. വായിക്ക് രുചിയായിട്ടുള്ള ഭക്ഷണം കിട്ടണമെങ്കിൽ അനുമോൾ തന്നെ കയറണം. ഒരു സീസണിലും ഭക്ഷണം നന്നായി വെക്കുന്നവരെ ലോങ് ലാസ്റ്റ് നിർത്തിയതായിട്ട് ചരിത്രമേ ഇല്ല. കാരണം അതൊരു പണിഷ്മെൻ്റ് ആണ്. ആ പണിഷ്മെൻറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇത്തവണ കിട്ടിയിട്ടില്ല. അത് കിട്ടാതിരിക്കാൻ അനുമോളാണ് ഒരു കാരണം. ആ നന്ദി ഉണ്ടാവണം. ആ നന്ദി കാണിക്കേണ്ട കാര്യമാണെന്ന് വെച്ചാൽ അതെ, അനുമോൾക്ക് അവിടെ കിച്ചൺ പണിയല്ലായിരുന്നു. അനുമോൾ പുറത്ത് കിച്ചൺ പണി ചെയ്ത കുട്ടിയല്ലായിരുന്നു. അവളുടെ വീട്ടിൽ പോലും അവൾക്ക് അങ്ങനെ ഒരു പരിപാടി ഇല്ലായിരുന്നു. അവൾ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. 100% അനുമോള് കൃത്യമായി അവിടെ ഉള്ളവർക്ക് വേണ്ടി തന്നെയാണ് ആ സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത്. അവൾ ചെയ്യുമ്പോൾ ഒരു കൈ സഹായിക്കാൻ പോലും ആദില പോകാറില്ല. ആദിലയുടെ കാലി പിടിക്കണം, വഴക്കുണ്ടാക്കണം, എന്നാൽ മാത്രമേ ആദില വരുള്ളൂ. ആദില മഹാറാണി മലന്ന് കിടക്കുക മാത്രമാണ് അവിടെ ചെയ്തത്. ഈ 2 കുണ്ടച്ചികളുടെ വായിരിക്കുന്ന വർത്തമാനങ്ങൾ കേട്ടാൽ ചെരുപ്പൂരി അടിക്കാൻ തോന്നും. ചത്ത് കിടക്കുന്ന ശവം എഴുന്നേറ്റ് അടി പട്ടിക്കും ഈ 2 കുണ്ടച്ചികളെ. അമ്മാതിരി പരിപാടി ചെയ്ത വെറും കുണ്ടച്ചികളാണ് ഈ 2 എണ്ണം. ഇത് മറ്റൊരു വേർഡ് യൂസ് ചെയ്യുന്നതല്ല. ഒരു പെൺകുട്ടിയെ, അതും ഇവരെക്കാൾ എത്രയോ ഫെയിമിൽ നിൽക്കുന്ന, കൃത്യമായി മലയാളി പ്രേക്ഷകരുടെ നെഞ്ചിലേക്ക് നിൽക്കുന്ന അത്രത്തോളം ഫാൻ ഫെയിമുള്ള ഒരു പെൺകുട്ടിയെ PR എന്ന് പറഞ്ഞ് അപമാനിക്കുക മാത്രമല്ല, സൗഹൃദം കൂടി അവളുടെ സപ്പോർട്ടേഴ്സുടെ വോട്ടോടു കൂടി അവിടെ നിലനിന്ന ഈ 2 കുണ്ടച്ചികൾ ഇപ്പൊ കാണിക്കുന്നത് അഹങ്കാരമാണ്. അവർക്ക് മനസ്സിലായി, അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു 105 എത്തും, അത് ഉറപ്പാണ്. ഒരുപക്ഷെ അവർ 2 പേരെയും ഒറ്റ കണ്ടസ്റ്റന്റ് ആയിട്ട് അവർ പ്രഖ്യാപിക്കും. അതിൽ ആർക്ക് കിട്ടിയാലും അവർക്ക് 2 പേർക്കും കിട്ടിയതുപോലെയല്ലേ. അപ്പം 100ക്ക് കപ്പ് കൊടുക്കാം എന്നങ്ങനെ പ്രോമിസ് ഉണ്ടായിരിക്കാം. എനിക്ക് അതിൻ്റെ വ്യക്തതയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ആദിലയും 100യും ടാർഗറ്റ് ചെയ്യുന്നത് അനുവിനെയാണ് വിത്തൗട്ട് എ റീസൺ. വിളമ്പുന്ന കാര്യത്തിലേക്ക് വരാം. ഭക്ഷണം വിളമ്പുന്നു. അനുവിൻ്റെ റീസൺ വളരെ കൃത്യമാണ്, അക്സെപ്റ്റബിൾ ആണ്, നമുക്കത് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാനൊരു അമ്മയാണ്. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കറി കൂടുതൽ ഉണ്ടാക്കും. അതുകൊണ്ട് ഈ കറി തുല്യമായിട്ട് അങ്ങോട്ട് വിരിച്ചൊന്നും കൊടുക്കത്തില്ല.
ഒരു പങ്ക് മാറ്റി വെക്കും. കാരണം ചിലപ്പോൾ ആ കറി തന്നെ നമുക്ക് രാത്രിയുള്ള ഫുഡിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ പറ്റും. ചിലപ്പോൾ അത് വെച്ചിട്ട് രാവിലെ സ്കൂളിലേക്ക് പോലും അത് കൊടുത്തു വിടും, ഫ്രിഡ്ജിലെടുത്ത് വെക്കും എന്നുള്ളത് വാസ്തവമാണ്. അവിടെ ചോറ് കൂടുതലായിരുന്നു, അളവിൽ കൂടുതൽ അരിയിട്ടത് ആദിലെയാണ്. ആ അരിയെ മനസ്സിലാക്കാതെ തന്നെ അനുമോൾ അത് കുക്ക് ചെയ്തു, എല്ലാവർക്കും തുല്യമായി പകുക്കുന്നു. അതിൻ്റെ ഇടയിൽ വന്ന് വലിയ ആള് കളിക്കാൻ സാബുമോനെ സോപ്പിടാൻ വേണ്ടിയിട്ട് ആദില കൂടുതൽ വിളമ്പാൻ ശ്രമിക്കുന്നു. അതിനെ അനുമോൾ തടയിടുന്നു. അത് കൃത്യമാണ്. അവൾ അത് ചെയ്തെങ്കിൽ അത് കറക്റ്റ് തന്നെയാണ്. അതിനകത്ത് ധാഷ്ട്യമുണ്ടെങ്കിൽ ആ ധാഷ്ട്യം അവൾക്ക് കാണിക്കാം. അവളാണ് അളവിൽ കൂടുതൽ കറി ഉണ്ടാക്കിയത്. അത് കറിയില്ലാതെ ഫുഡ് കഴിച്ച ഒരവസ്ഥ അവൾക്കുണ്ടായത് കൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ മറ്റുള്ളവർക്ക് ഉണ്ടാവരുന്നുള്ള സഹാനുഭൂതി തന്നെയാണ് അനുമോളെ കൊണ്ട് അത് ചെയ്യിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് നെവിനും അക്ബറും കാണിച്ച കുതന്ത്രങ്ങൾ, PR വർക്ക് ഉണ്ട് എന്ന് ആദില പറയുന്നതിന് മുമ്പ് ആദിലയുടെ പിന്നിലിരുന്നു കൊണ്ട് അക്ബറാണ് നൂട്ടി കൊടുക്കുന്നത്. ആ നൂട്ടലിൽ പോയി വീണ ഈ കുണ്ടച്ചികൾ ഒരു കാരണവശാലും വിന്നറാവരുത്. ഇനി ആയാൽ പട്ടി വിലയെ കൊടുക്കാവുള്ളൂ. ഇവളെയൊക്കെ വീട്ടിൽ കയറ്റരുതെന്ന് പറയുന്നതിൻ്റെ റീസൺ തന്നെ ഇവളുടെയൊക്കെ സ്വഭാവം ഇതാണ്. രണ്ടും കൂടെ മോങ്ങി കാണിക്കുന്നത്. നീയൊക്കെ മോങ്ങുമ്പോൾ പുച്ഛമെന്ന് മാത്രമേ ഉള്ളൂ. ഒരുത്തിയുടെ വായ ഇങ്ങനെ പോകുന്നുണ്ട്. നിന്റെ സ്വഭാവവും അതാണ്. നിനക്ക് ഈ കുണ്ടച്ചിക്ക് വേണ്ടി സ്വന്തം ഉമ്മ കൂടപ്പറപ്പുകളെ വേണ്ട എന്ന് പറഞ്ഞോളല്ലേ. നിനക്ക് എത്രത്തോളം മാന്യതയുണ്ട്. നിന്നെ ശരിക്ക് അനു മനസ്സിലാക്കിയെങ്കിൽ നമോഭാഗം. വളരെ സന്തോഷം. അനുവിന് സത്യം പറഞ്ഞ ബ്ലെസ്സിങ് ആണ്. നിങ്ങളുടെ സൗഹൃദം അവൾക്ക് നഷ്ടപ്പെടുന്നെങ്കിൽ ആ കുട്ടി രക്ഷപ്പെട്ടു എന്നാണ് അർത്ഥം. വളരെ മോശപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ് അനുവിനെതിരെ ആദില പറഞ്ഞത്. അത് ഖണ്ഡിക്കാൻ ഷാനവാസിന് സാധിച്ചിട്ടില്ല, നൂറയ്ക്ക് സാധിച്ചിട്ടില്ല, അക്ബറും സാബുമോനും ഈ പറയുന്ന നില്ലായി നിൽക്കുന്ന സാബുമോനും നെവീനും സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? കള്ളി 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 എന്ന് പറയുന്നത്. എവളെ സാമാനം കട്ടോ അനുമോള്? എന്ത് കട്ടു എന്നാണ്? കള്ളിയാത്രേ. നീയാണടി കള്ളി. മൊത്തത്തിൽ നുണ പറയുന്ന കള്ളി കള്ളി കള്ളിയായിട്ടുള്ള ആദിലയാണ് കള്ളി, അല്ല അനുമോളല്ല. അനുമോളെ ഈ പച്ചപ്പോക്കൃത്തരം പറഞ്ഞതിനെതിരെയാണ് ആളുകൾ ചോദ്യം ചെയ്യേണ്ടത്. അതിന് പകരം അവളെ മാനിപ്പുലേറ്റ് ചെയ്ത് അവളെ എന്തോ കുറ്റക്കാരിയാക്കി ചിത്രീകരിക്കുന്ന നൂറയോട് ഒരു ചോദ്യമാണ്. അവൾ നിന്നോട് പറഞ്ഞിരുന്നു, അതായത് നൂറയോട് പറഞ്ഞിരുന്നു, ഞാൻ കിച്ചണിൽ നിന്ന് ഇറങ്ങുകയാണ്. അത് പെർമിഷൻ അല്ലേ? എങ്കിൽ നീ ഇറങ്ങിക്കോ, ഞാൻ വേറെ ആളെ ആക്കാം. അത് സമ്മതമല്ലേ? ഇപ്പോൾ അവൾ പറയണു എന്നോട് ചോദിച്ചില്ല, എന്നെ മൈൻഡ് ചെയ്ത്. നീ ആര് രാജാവോ? ആഫ്റ്റർ ഓൾ ഒരു കുണ്ടച്ചിയല്ലേ നീ? രണ്ട് കുണ്ടച്ചികൾ ചേർന്നൊരു കുണ്ടൻ കളിയുടെ കുണ്ടികളല്ലേ നിങ്ങൾ? നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റി? നിങ്ങൾ രണ്ടുപേരെ അവൾ ഇത്രയും ദിവസം ചേർത്ത് പിടിച്ചതിന് അവൾക്കാണ് അടി കൊടുക്കേണ്ടത്. അനുമോൾക്ക് കിട്ടേണ്ടത് കിട്ടി. എനിക്കതാണ് മനസ്സിലായത്. ഈ രണ്ട് കുണ്ടവർഗത്തിനെ ചേർത്ത് പിടിച്ചതിൻ്റെ പരിണിത ഫലം ആ പാവപ്പെട്ടവൾക്ക് കിട്ടി എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതിൽ ഷാനവാസ് ആദില നൂറയെ ഫേവർ ചെയ്യണം, അവരാണ് ഇവരെ സംശ്ലേഷിച്ചത്. അടി വരെ കിട്ടി അനുമോക്ക്. അത് ചോദ്യം പോലും ചെയ്തില്ല ബിഗ് ബോസ്. മോഹൻലാലും ചോദിച്ചില്ല. അടി വരെ കിട്ടിയിട്ടുണ്ട്. ഷാനവാസിനെ എടുത്ത് റൂമിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആര്യൻ അടിക്ക് വരെ ചെയ്തിട്ടുണ്ട് അനുമോളെ. ആ പാവപ്പെട്ട കൊച്ചിനെ എല്ലാവരും കൂടെ ഇട്ട് മെതിച്ച് ചവിട്ടുകയാണ് അവിടെ. സത്യം പറഞ്ഞാൽ അതിനെ ഇറക്കി വിടും, ഒരു കുഴപ്പമില്ല. അവൾക്കാണ് കപ്പ്. അവളാണ് ഞങ്ങളുടെയൊക്കെ നെഞ്ചിൽ കയറുന്ന വിന്നർ. തർക്കമേ വേണ്ട. അവൾക്ക് കട്ട സപ്പോർട്ടുമായി നിൽക്കുന്ന അനീഷിനെയും അവളെയും ചേർത്ത് അവിടെ അപരാധം പറയുമ്പോൾ അവർ രണ്ടും നല്ല പ്രവൃത്തി, നല്ല രീതിയിൽ സഹോദരങ്ങളാണെന്ന് തെളിയിച്ചത് ആദിലയുടെ വായി കൊണ്ട് വന്നപ്പോൾ തന്നെ സമാധാനമായി. അനാവശ്യമായി രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവരെപ്പറ്റി മോശം പറയുന്നത് ഏറ്റവും വൃത്തികെട്ട സ്വഭാവമാണ്. ആ വൃത്തികേട് അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് ഷാനവാസ് ഏറ്റവും കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. ഷാനവാസ് ആദിലയോട് ക്രഷ് ഉണ്ടോ? ഷാനവാസിന് നൂറയോട് ക്രഷ് ഉണ്ടോ? ഷാനവാസിന് അനുമോളോട് ക്രഷ് ഉണ്ടോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ അനീഷിനും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അവിടെ തമാശയായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതും എടുത്തു വെച്ച് ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന പേക്കൂത്തുകളുണ്ടല്ലോ, അതിന് കറക്റ്റായിട്ട് മറുപടി ജനങ്ങളാണ് കൊടുക്കേണ്ടത്. നമ്മളുടെ ഓരോ വോട്ടും അനുമോൾക്ക് തന്നെ പോകണം. ഞാൻ ഏറ്റവും ഹംബിളായി റിക്വസ്റ്റ് ചെയ്യുകയാണ്, അനുമോൾ തന്നെ അവിടെ ജയിക്കണം. അനീഷോ അനുമോളോ ആയിരിക്കണം വിന്നർ. ഷാനവാസ് പോലും. ഷാനവാസിൻ്റെ ഇരട്ടത്താപ്പ് അനീഷ് എടുത്തെടുത്ത് പറയുന്നുണ്ട്. നീ എന്ത് കണ്ടു? നീ എന്ത് മനസ്സിലാക്കി? നീ എന്താണ് ഇങ്ങനെ പറയണത്? അതുപോലെ ആ നാറിയുണ്ടല്ലോ സാബുമൻ, തിന്നാൻ വേണ്ടിയാണ് അവൻ അതിനകത്ത് നിൽക്കുന്നത്. അവൻ ഒരു പ്രോട്ടീൻ തീറ്റക്കാരനാണ്. അവന് കൊടുത്ത ചോറിനേക്കാൾ ഡബിൾ ഉണ്ടായിരുന്നു കറി. അവിടെ ഇല്ലാത്തൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് പിറകെ നടന്ന് അപമാനിച്ച ആദിലയുടെ അഹങ്കാരത്തിന്, എടി നീ എൻ്റെ നേരെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അനുമോൾക്ക് വേണ്ടി നിനക്ക് ഞാനൊരു പൊട്ടിയിട്ട് തരും. അമ്മാതിരി വിഷമാണ് നീ. പല കുടുംബങ്ങളിലും കയറി കളിച്ച് പല കുടുംബങ്ങളെയും വഴിയാധാരമാക്കി നശിപ്പിച്ച് നിന്റെ സെൽഫിഷ് ഇതിന് വേണ്ടിയിട്ട് നീ കാണിക്കുന്ന ഒരു ഡ്രാമയുണ്ടല്ലോ. നീ എന്ന നാറി ഇത്രയും ദിവസം അവിടെ നിന്നത് തന്നെ അനുമോൾ കാരണമാണ്. അനുമോളുടെ സപ്പോർട്ടേഴ്സ് നിങ്ങൾക്ക് വോട്ടിട്ടത് കൊണ്ടാണ് നിങ്ങൾ അവിടെ നിന്നത്. അഹങ്കാരം, രണ്ടിനും പക്ക അഹങ്കാരം.
പുഴുക്കാലട്ടയ്ക്ക് കണ്ണും കുതിരയ്ക്ക് കൊമ്പും കൊടുക്കൂല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ 2 ജന്തുക്കൾ. ഈ 2 ജന്തുക്കൾ ഇന്ന് അനുമോളോട് കാണിച്ചതുണ്ടല്ലോ, എന്നിട്ട് മോങ്ങി കാണിക്കുന്നു. നടക്കൂലടി, അതൊക്കെ ഫേക്കാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഈ ജന്തുക്കളെ അടുപ്പിക്കരുത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ന് അവരവിടെ കാണിച്ച വൃത്തികേട്. ഞാൻ അനുമോളോടുള്ള ഇഷ്ടം കൊണ്ട് പറയണതല്ല, നിങ്ങൾ കോമൺ ആയിട്ട് ആലോചിച്ച് നോക്കും, എന്ത് വൃത്തികേടാണ് ഈ 2 ജന്തുക്കളും കൂടെ അനുമോളോട് ചെയ്തത്. അനുമോള് കാണിച്ചത് 100% ശരിയായ പ്രവൃത്തിയാണ്. അത് ഒരു നല്ല കുടുംബത്തിൽ, കൂട്ടുകുടുംബത്തിലൊക്കെ ജനിച്ച മനുഷ്യർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ആഹാരം മിതത്വമായി കിട്ടുകയും അത് മിതത്വമായി തന്നെ ചെലവാക്കുകയും മറ്റുള്ളവർക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് വിളമ്പുകയും ചെയ്യാൻ അവൾക്ക് സാധിക്കുന്നുണ്ട്. മുൻപോട്ടൊരു ജീവിതമുണ്ടെന്നും അതിലേക്ക് കണ്ണ് വേണമെന്നുമുള്ള ബോധത്തോടു കൂടി ജീവിക്കുന്ന അനുമോളെ ആര്യൻ്റെ ഒപ്പം ചേർത്ത് വൃത്തിയേട് പറഞ്ഞു. അനുമോൾ എടുത്തെടുത്തെടുത്ത് പറയുന്നുണ്ട്, മൂത്തവരെ ബഹുമാനിക്കടാ, ചേച്ചിയാണടാ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. രഹസ്യങ്ങൾ, സന്തോഷങ്ങളൊക്കെ അവൾ ഈ 4 പെമ്പിള്ളരോട് പങ്കിട്ടിട്ടുണ്ട്. എന്നിട്ട് അവളുമാർ തന്നെ അവൾക്ക് കുതികാലി വെട്ടി. ഈ 2 എണ്ണത്തിനെ വിശ്വസിക്കില്ലെന്ന് എത്രയോ വട്ടം ഞാൻ പറഞ്ഞതാണ്. ഈ വൃത്തികെട്ട 2 എണ്ണം സ്വന്തം കുടുംബത്തെ തള്ളിപ്പറഞ്ഞ് അപ്പനെയും അമ്മയും വരെ നാട്ടുകാർക്ക് ഊക്കാൻ ഇട്ടുകൊടുത്ത 2 കുണ്ടട്ടികളാണ്, കുണ്ടട്ടികൾ. ആ കുണ്ടട്ടികൾക്ക് നിങ്ങൾ എന്തിനു വിശ്വസിച്ചു? അത് തന്നെയാണ് അനുമോൾക്ക് ഇപ്പം കിട്ടിയിട്ടുള്ളത്. അനീഷ് കട്ടയ്ക്ക് കൂടെ നിന്നത് കൊണ്ട് മാത്രം കുറേയധികം കാര്യങ്ങൾ പ്രൂഫനായിട്ട് പുറത്തേക്ക് വന്നു. അനീഷും കൂടെ ഇല്ല എങ്കിൽ, അനീഷിനെ ഡിങ്കൻ എന്ന് കളിയാക്കുന്നുണ്ട്, അനീഷിനെ വളരെ മോശപ്പെട്ട രീതിയിൽ അവഹേളിക്കുന്നുണ്ട്. ലൈവ് കാണേണ്ടത് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അക്ബറും നെവീനും വളരെ ടാർഗറ്റഡ് ആയിട്ട് അനുമോൾക്കെതിരെ ഇവർ പറന്നു പോകുന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചു കൊടുത്ത്, ഓർമ്മിപ്പിച്ചു കൊടുത്ത്, റിപ്പീറ്റഡ്ലി അവളെ അടിക്കാനായിട്ട് ഇട്ടുകൊടുത്തു. എന്നിട്ട് നെവിനും അക്ബറും കഴിഞ്ഞ ആഴ്ച ചെയ്ത എല്ലാ വൃത്തികേടുകളും ന്യായീകരിക്കാൻ അനുമോളെ ഏറ്റവും വലിയ കുറ്റക്കാരിയാക്കി കിടന്ന് പോരടിക്കുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ഈ നാറികൾക്കൊന്നും പുറത്ത് കിടക്കുന്നൊന്നും അറിയത്തില്ല. ബിഗ് ബോസ് അറിയിച്ചു കൊടുത്തിട്ടില്ല. ഒരു പക്ഷേ അക്ബറിന് തീർത്തും അറിയില്ല എന്നുള്ളതാണ്. എങ്കിൽ അവൻ ഇങ്ങനെ അനുമോളെ ടാർഗറ്റ് ചെയ്യത്തില്ല. നിങ്ങൾ അനുമോളുടെ ഫാൻ ആണെങ്കിൽ, അനുമോളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കൂട്ടത്തിലുള്ള കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയെ പോലെ കൺസിഡർ ചെയ്ത് അനുമോൾക്ക് തന്നെ വോട്ട് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഏറ്റവും റോങ് ആയിട്ട് പ്ലേ ചെയ്തത് ഷാനവാസാണ്. എത്ര വ്യക്തതയോടുകൂടി അനീഷ് അത് പറഞ്ഞു കൊടുത്തിട്ടും ആ നാറിക്ക് അത് മനസ്സിലാകുന്നില്ല എങ്കിൽ ഒന്നും പറയാനില്ല. മീശയും പിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മരമണ്ടൻ കൊണാപ്പനാണ് ഷാനവാസാണെന്ന് ഇന്ന് തെളിയിച്ചു. അത്രയേ ഉള്ളൂ. പിന്നെ സ്നേഹം മൂത്തതായിരിക്കും പെങ്ങളൂട്ടികളോട്. അനുമോൾ എന്താണ് അതിൻ്റെ പെങ്ങളല്ലേ? അവളെ എല്ലാവരോടുമായിട്ട് ആക്രമിക്കുമ്പോൾ, കള്ളി കള്ളി എന്ന് വിളിച്ച് അതിലെ വീണ്ടും വീണ്ടും അവളെ കുറിച്ചിക്കുമ്പോൾ ഒരു വാക്ക് നിനക്ക് വാക്ക് പറയാൻ തോന്നിയില്ലടാ? ഒരു വാക്കെടാ അങ്ങനെ പറയരുത്, മോശം പറയരുത്. കള്ളി കള്ളി വിള് എന്തൊക്കെയാണ് ആ കുട്ടിയെ പറയണത്? തിരിച്ചൊരു വാക്ക് പറയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അഭിപ്രായം പറയാൻ, കൃത്യമായി തിരിച്ച് ടാർഗറ്റ് ചെയ്യാൻ അനുമോക്ക് അറിയുന്നില്ല. അറിയുമായിരുന്നെങ്കിൽ അണ്ണാക്കി അടിച്ചു കൊടുക്കണമായിരുന്നു ആദിലെ. പല്ല് കടിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. ഒരു കാര്യം പറയാം, ആദിലെയോ നൂറയോ ഏവളെടുത്ത് തലയിൽ വെച്ചാലും അവൾക്ക് ഇത് തന്നെയായിരിക്കും ഭാവിയിലെ അനുഭവം. വൃത്തമായി പറഞ്ഞാൽ ഈ 2 ശവങ്ങളെ ഒരു രീതിയിൽ അടുപ്പിക്കാൻ കൊള്ളില്ല എന്ന് തെളിവോടുകൂടി അവർ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. നന്ദി.